ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിട്ടിലും ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് എഗ് കബാബാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് 2 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ 2 മുട്ട നല്ല പോലെ പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട വെച്ചിട്ട് 8 സ്നാക്സോളം ഉണ്ടാക്കിയെടുക്കുക. മുട്ട 8 കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു മുട്ടനെ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ട വെച്ച് എടുക്കുമ്പോൾ 8 പീസോളം ഉണ്ടാകും. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതൊരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കട്ട് ചെയ്തതും വെളുത്തുള്ളി കട്ടാക്കി എടുത്തതും ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള 4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കണം. അത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലൊരു ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ നല്ല എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് വേപ്പില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. എല്ലതും ഇവിടെ വാടിയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൊത്തി അരിയൂല ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഒന്ന് വാടി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഈ ഒരു പൊടികളുടെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പൊടികളുടെ പച്ച ചുവയ്ക്കൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള കിഴങ്ങ് നല്ല പോലെ വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. കുക്കറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതിയാകും. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് പോരെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ടാകും കേട്ടോ. കുറച്ച് അധികം ചേർക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കിഴങ്ങൊക്കെ ഉടയാതിരിക്കണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കാനായിട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി ഇത് കോട്ട് ചെയ്യാനുള്ളൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു മിക്സിന് ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവർ ഇല്ലയെന്നാണെങ്കിൽ മൈദ എടുത്താലും മതിയാകും. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്തുള്ള മിക്സ് ഒരു ബൗളിലേക്ക് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതെവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമായിട്ടുണ്ട്. ഒരു 5-6 ബ്രെഡ് മിക്സിന് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തുള്ളതാണ്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ടെടുക്കുക. ഈ ഒരു രീതിയിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കിഴങ്ങിൻ്റെ മിക്സ് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കിഴങ്ങൊക്കെ ഉടയാതെ കിടക്കണുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതിനങ്ങ് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇതിന് ഒരു ബോൾ പോലെ അങ്ങ് ഉരുട്ടിയെടുക്കുക. ഒരു മീഡിയം വലുപ്പത്തിൽ എടുത്താൽ മതിയാകും. ഇതുപോലെ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു മുട്ടൻ്റെ പീസ് അങ്ങ് വെച്ച് കൊടുക്കുക. 2 സൈഡിൽ നിന്നും അങ്ങ്
കവർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കിഴങ്ങ് വെച്ചിട്ട് മുട്ട നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പിലങ്ങ് ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു മുട്ടൻ്റെ മിക്സിൽ നല്ലപോലെ കോട്ട് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുമ്പോൾ കൈ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ശേഷം വേണം കേട്ടോ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ബ്രെഡ് ഫുള്ളായിട്ട് അങ്ങ് നനഞ്ഞിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ ഡബിൾ കോട്ടിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നും കൂടെ മുട്ടൻ്റെ മിക്സിൽ മുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡബിൾ കോട്ടിങ് ചെയ്യുന്നത്. പിന്നെ പുറമെ നല്ലൊരു ലെയറും കൂടെ കിട്ടും. ഇതാ മൊത്തത്തിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരളവ് വെച്ചിട്ട് 8 സ്നാക്സോളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ പൊരിച്ചെടുക്കാനിതാ ഒരു പാനിൽ കുറച്ച് അധികം തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഓരോ സ്നാക്സും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതുപോലത്തെ പാനിലൊക്കെ ചെയ്യുമ്പോൾ ഒരു 3 4 ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ മുകളിലേക്ക് കുറച്ച് എണ്ണാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഭാഗം ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിൽ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞിട്ട് കിട്ടും. ഇതിവിടെ നല്ല പോലെ തന്നെ മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങ് കോരി മാറ്റാം. ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ പുറത്തിരിക്കുമ്പോൾ തന്നെ ഒന്നും കൂടെ അങ്ങ് മൊരിഞ്ഞിട്ട് വന്നോളും. ഇനി എല്ലതും ഇതേ രീതിയിൽ അങ്ങ് പൊരിച്ചിട്ടെടുക്കാം. പിന്നെ ഇത് പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോണ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. എനിക്കിത് ഫുള്ളായിട്ട് പൊരിച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് സ്റ്റോർ ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ. നല്ല പോലെ ബോക്സിലാക്കിയിട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്തെടുക്കാനും വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഞാനിത് മൊത്തത്തിൽ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണിത്. നോമ്പ് തുറക്കണ സമയത്ത് ഈ ഒരു സ്നാക്സ് മാത്രം മതിയാകും, അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. ആ ഒരു മുട്ടയും പിന്നെ പുറമേയുള്ള ആ ലെയറൊക്കെ കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്